പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം അതിൻ്റെ 13 തിരുവചനം. കർത്താവ് അരുളി ചെയ്തു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വാചകത്തെപ്പറ്റി വിശുദ്ധനായ എഫ്രൈം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ നാക്കുകൊണ്ട് നീ സ്തുതി പാടുമ്പോൾ നിന്റെ ചിന്തകൾ ലോകത്തിലെ ചന്തയിലാണെങ്കിൽ നീ ദൈവത്തെയല്ല, നിന്റെ തന്നെ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുക. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അധരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും സ്തുതിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണോ എന്ന് ചിന്തിക്കുക. നമ്മൾ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ നമ്മുടെ അധരത്തിൽ ദൈവസ്തുതി ഉയരുമ്പോൾ എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും ദൈവത്തിൽ നിന്ന് അകലെയാണോ എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് 2-3 കാര്യങ്ങൾ. പ്രാർത്ഥന യാന്ത്രികമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥന യാന്ത്രികമായാൽ തീർച്ചയായും നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ ദൈവത്തിൽ നിന്ന് അകലും. എന്നാൽ യാന്ത്രികമാകാതെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ അനുഭവവേദ്യമായി അഭിഷേകമായി തീരുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി, ദൈവസാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ.